നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ 11:30 കൂടി ഒരു മാപ്പപേക്ഷ ഫേസ്ബുക്കിൽ കണ്ടതാണ്. നടൻ വിനായകൻ നന്നായി നല്ല പുള്ളിയായെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ തൊട്ടു പിന്നാലെയാണ് മനസ്സിലായത് അതൊരു പൂരപ്പാട്ടിന്റെ തുടക്കമാണെന്ന്. ഇത്തവണ വിനായകന്റെ അസഭ്യവർഷത്തിന് ഇരയായത് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പാണ്. ന്യൂസ് 18 മറുപടി എന്ന രീതിയിലായിരുന്നു വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പതിവ് പോലെ സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ നിരത്തിയായിരുന്നു മറുപടി. താൻ പറഞ്ഞ പുലഭ്യത്തെ അസഭ്യമാക്കി വ്യാഖ്യാനിച്ചുവെന്നാണ് വിനായകന്റെ വാദം. പരിധി വിട്ടു നടത്തിയ പ്രസ്താവനകളെ ദളിത് കാടിറക്കി ന്യായീകരിക്കാനാണ് ശ്രമമുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. ഒപ്പം അപർണ കുറുപ്പും ചേരും. ആദ്യം നവമിയിലേക്കാണ്. നവമി, ഇന്നലെ ഒരു ഉച്ചയോടുകൂടിയാണ് വിനായകൻ അപർണ കുറുപ്പിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ന്യൂസ് 18 നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മറുപടി നൽകുമെന്ന രീതിയിൽ വെല്ലുവിളി മുഴക്കിയത്, ഭീഷണി മുഴക്കിയത്. 12 മണിക്ക് മുൻപ് തന്നെ, അതായത് ഇന്ന് 12 മണിക്ക് മുൻപ് തന്നെ ഒരു 11:30 വിനായകൻ്റെ ഒരു മാപ്പപേക്ഷ കണ്ടു. അത് തുടക്കത്തിൽ വ്യാഖ്യാനിച്ചത് നമുക്കൊക്കെ തോന്നിയത് അയാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ അസഭ്യ വർഷത്തിന് അയാൾക്ക് സ്വയം ഖേദപ്രകടനം നടത്തിയെന്നാണ്. പക്ഷേ അതിനുശേഷം ഒരു 12 മണി കൂടി തന്നെ അപർണ കുറുപ്പിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. എന്താണ്, അതായത് വിനായകൻ നന്നാകില്ല, വിനായകൻ അങ്ങനെ നന്നാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് തന്നെയല്ലേ ഈ തുടർച്ചയായുള്ള അസഭ്യ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? വിനായകനിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അപർണയും ഒപ്പം നമ്മുടെ ചാനൽ മേധാവികളെയും പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിനായകൻ വീണ്ടും ഇട്ടത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വളരെ മോശമായിട്ടാണ് നടൻ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു. സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ളവരെല്ലാവരും തന്നെ വിനായകനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. സാധാരണ വിനായകൻ ഇത്തരത്തിൽ എന്ത് ചെയ്താലും സംരക്ഷിക്കുന്ന CPM സൈബർ ഇടങ്ങളിൽ പോലും വിനായകനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ വേറൊരു പോസ്റ്റ് ഇടുകയും ആദ്യത്തെ പോസ്റ്റ് വിനായകൻ പിൻവലിക്കുകയും ചെയ്തു. ആദ്യത്തെ പോസ്റ്റിനെതിരെയായിരുന്നു അപർണ ഒരു വീഡിയോ ഇട്ടത്. ആ വീഡിയോയിലെ അപർണയുടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇന്ന് 12 മണിക്കുള്ളിൽ ഒരു മറുപടി നൽകുമെന്നുകൂടി വിനായകൻ കുറിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയായിരുന്നു എന്താണ് വിനായകൻ ഇതിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ഏത് വിധത്തിലായിരിക്കും അപർണയെ വിനായകൻ വിമർശിക്കുക എന്ന് നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. 12 മണിക്ക് മുൻപ് തന്നെ വിനായകന്റെ പോസ്റ്റ് വന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അത് അപർണ കുറുപ്പിനെ മാത്രമല്ല വനിതാ മാധ്യമ പ്രവർത്തകരെയും മൊത്തം മാധ്യമ പ്രവർത്തകരെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് വിനായകൻ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വളരെ മോശമെന്ന് തന്നെ പറയാം. വിനായകന്റെ ഭാഷയിൽ നമുക്ക് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിധത്തിൽ പ്രതികരിക്കുന്നത്. പക്ഷേ സൈബറിടങ്ങളിൽ നിന്നുകൊണ്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ മാത്രമേ വിനായകന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഈ സൈബർ ആക്രമണം നടത്താൻ കഴിയൂ. പ്രത്യക്ഷത്തിൽ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വിനായകൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ കഴിയില്ല. അങ്ങനെ നടത്തുകയാണെങ്കിൽ ചുട്ട മറുപടി അപ്പോൾ തന്നെ നൽകുകയും ചെയ്യും. എന്തായാലും വലിയ മോശമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് വിനായകൻ മാധ്യമപ്രവർത്തകരെയും അപർണയും കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്റിന് താഴെ തന്നെ നിരവധി വിനായകനെ വിമർശിച്ചുകൊണ്ടുള്ള പല പ്രതികരണങ്ങളും വന്നിട്ടുമുണ്ട്. എന്താണ് വിനായകൻ ഇങ്ങനെ തുടരെ ആളുകളെ മോശമായി ചിത്രീകരിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ദളിതർക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജാതി അധിക്ഷേപം നമ്മൾ എപ്പോഴും നടത്തുന്നു എന്നാണ് വിനായകൻ പറയുന്നത്, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ. പക്ഷേ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ വിനായകനാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള രീതിയിൽ ജാതി അധിക്ഷേപം നടത്തുകയും നമ്മളെ ഏവരും ആദരിക്കുന്ന, നമ്മുടെ രാജ്യം മുഴുവനും ആദരിക്കുന്ന മഹത് വ്യക്തികളെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിനായകൻ അധിക്ഷേപിക്കുന്നത്. ഇവിടെ ജാതി അധിക്ഷേപം നടത്തുന്നതും എല്ലാം തന്നെ വിനായകൻ തന്നെയാണ്. ജാതിക്കാർഡ് ഇറക്കി തന്നെയാണ് വിനായകൻ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇതാദ്യമായിട്ടല്ല ഈ വിവാദങ്ങളിൽ വിനായകൻ പെടുന്നത്. ഇതിനു മുൻപ് തന്നെ ഏറ്റവും ഒടുവിലായി ഈ ബാൽക്കണിയിൽ നിന്നും തുണി ഊരി കാണിച്ച് നഗ്നത പ്രദർശിപ്പിച്ച രീതിയിലേക്ക് പോലും വിനായകൻ തരം താഴ്ന്നിട്ടുണ്ട്.
അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്നും ഇതിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ടോം. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഇപ്പോഴും ഈ വിനായകന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. അപർണ കുറുപ്പ് കൂടി ചേരുന്നുണ്ട്. അപർണ, ഇന്നലെ അപർണയുടെ ഒരു ചിത്രമാണ് ആദ്യം വിനായകൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. അതിൻ്റെ കാരണം വിനായകനെ വിമർശിച്ചു, വിനായകനെ വാർത്തയിലൂടെ വിമർശിച്ചു, വിനായകൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ അസഭ്യ വർഷത്തെ വിമർശിച്ചു എന്നതായിരുന്നു. അതിനുശേഷം അയാൾ വെല്ലുവിളി മുഴക്കുന്നു, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് അപർണയ്ക്കും അപർണയുടെ സ്ഥാപന മേധാവികൾക്കും മറുപടി നൽകുമെന്ന്. നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം വിനായകൻ ഇതും അതിനപ്പുറവും എന്ത് വൃത്തികേടും പറഞ്ഞിട്ടുള്ള സ്വഭാവമാണ്. കാരണം ഈ രാജ്യത്തെ മഹാരഥന്മാരെ, മഹാത്മജിയെ അടക്കം അധിക്ഷേപിച്ച അതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത്ര അധിക്ഷേപങ്ങൾ നമ്മൾ തുടർച്ചയായി കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അപർണ കുറുപ്പിനെ അങ്ങേയറ്റം മോശമായ രീതിയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടാൽ അറയ്ക്കുന്ന പരാമർശങ്ങളാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ഈ സംഭവത്തെ കാരണം ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ ഒരുപക്ഷെ നമ്മൾക്ക് പല രീതിയിലുള്ള അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായും നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. പക്ഷെ ഇത് ഒരു പരിധി കടക്കുന്നില്ലേ അപർണ? ടോം, സൈബർ അറ്റാക്കുകൾ, സൈബർ ആക്രമണങ്ങൾ മാധ്യമ പ്രവർത്തകർ നേരിടുക പുതിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് കൂടുതലാണ്. അത്തരം കാര്യങ്ങളുടെ നമ്മൾ മിക്കവരും അതിൽ കൂടെ കടന്നു പോയിട്ടുമുണ്ട്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എടുക്കുന്ന നിലപാടോ ചർച്ചയോ അതിലുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഒരു വാർത്ത പോലും അങ്ങനെയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ടോം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു മാധ്യമ പ്രവർത്തനത്തിന് അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് നമുക്കൊരു മനപ്രയാസം വരുന്ന തരത്തിലോ ആണ് ഇത് എന്ന് ഞാനത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്രത്തോളമാണ് പ്രാധാന്യം കൊടുക്കുക. വഴിവക്കിൽ നിന്ന് തുണി അഴിച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ പരാതികൾ വരുന്ന എത്രയോ ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് നമ്മുടെ സ്വത്വത്തിന് മുറിവേൽപ്പിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിയുക? അപ്പോൾ ആ തരത്തിലുള്ള ഒരു പരിഗണന മാത്രമാണ് ഇതിന് വ്യക്തി എന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നത്. മറ്റത് അതൊരു നിലപാടാണ്, നമ്മളെടുത്തത് ഒരു നിലപാടാണ്. വിനായകൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ സിനിമകൾ കാണുകയും അതിന് കൈയടിക്കുകയും നല്ല പെർഫോമൻസിന് കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും വിനായകൻ രജനീകാന്തിൻ്റെയോ മോഹൻലാലിൻ്റെയോ ഒക്കെ പ്രതിനായകനായോ നായകനായോ ഒക്കെ വന്നാൽ അത് കമ്പട്ടിപ്പാടമോ ജയിലറോ അങ്ങനെ ഏത് പടമാണെങ്കിലും ഇനിയും തിയേറ്ററിൽ പോയി കാണും, ഇനിയും കൈയടിക്കും. പക്ഷേ ഈ പറഞ്ഞത് വൃത്തികേടാണ്. ഈ പറഞ്ഞത് വൃത്തികേട് എന്നുള്ള വാക്ക് ഒരു പക്ഷേ മൈൽഡാണ്. കാരണം പുലഭ്യം എന്നുള്ളൊരു വാക്കാണ് ആ വീഡിയോയിൽ ഉപയോഗിച്ചിരുന്നത്. പുലഭ്യം എന്ന് പറയുന്നത് എങ്ങനെ അസഭ്യമാകുന്നു എന്നാണ് ചോദിച്ചത്. പുലഭ്യം എന്നത് നമുക്ക് വിനായകൻ ഉദ്ദേശിച്ച പോലെ ആ വാക്കുകൾ നമുക്ക് പറയാൻ കഴിയുകയില്ല. ഒരു പക്ഷേ ഇതൊക്കെ പച്ചയായ മനുഷ്യർ പറഞ്ഞു നടക്കേണ്ടതല്ലേ എന്നുള്ള ഒരു വാദം നടത്തുന്ന ചില ആൾക്കാർക്കുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അഭികാമ്യമായ ഒന്നായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഈ വാക്കുകൾ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയോ ഒരു വനിതാ നേതാവിനൊക്കെ എതിരെ വന്നാൽ എങ്ങനെയായിരിക്കും ഈ കൈയടിക്കുന്ന പാർട്ടിയുടെ സൈബർ അടികൾ പ്രതികരിക്കുക എന്നുള്ളൊരു ചോദ്യം മാത്രം മതിയാകും. ഇതിനകത്ത് വളരെ ഉറച്ചു പറയേണ്ട ഒരു കാര്യം, നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. ഈ ജാതി കാർഡ് ഇറക്കുക, അത് ഒരു തുറുപ്പുചീട്ടായി കൊണ്ട് ഉപയോഗിക്കുക, മാധ്യമങ്ങൾ മുഴുവൻ ഇത്തരം ചില നീക്കങ്ങൾ നടത്തുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഈ വിനായകൻ